എന്നെ കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ ഇന്ന് രാവിലെ സംഭവിച്ച ഒരു കാര്യത്തെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് അങ്ങനെയുള്ള ചില സ്പെഷ്യൽ സ്കിൽസ് ഒക്കെ ഉണ്ട്. ഇന്നെങ്കിലും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം എന്ന് വിചാരിച്ച് അലാറം വെച്ച് കിടന്നുറങ്ങിയ ചില ആളുകൾ 5 മണിക്ക് പോയിട്ട് 6 മണിക്കോ 7 മണിക്കോ 8 മണിക്കോ എഴുന്നേൽക്കാൻ പറ്റാതെ 8:30ക്ക് എഴുന്നേറ്റിട്ടുണ്ട്. ചില ആളുകൾ അലാറം സെറ്റ് ചെയ്തത് 5:55-നാണ്. 5:55 വിജയികളിൽ പല ആളുകളും അലാറം സെറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ അലാറം സെറ്റ് ചെയ്ത് കിടന്നുറങ്ങിയ ആളുകൾ 6 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റാതെ 7 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റാതെ 8 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റാതെ 9 മണിയോട് അടുപ്പിച്ചിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. പല ആളുകൾക്കും ആ ഒരു അവസരത്തിൽ ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കാനായിട്ട് പരാജയപ്പെടുന്നത്? എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പരാജയങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഈ ഒരു മടിയാണ്. എൻ്റെ മുൻപിൽ വിജയിച്ച പല ആളുകളുടെയും എക്സാമ്പിൾസ് ഉണ്ട്, ഉദാഹരണങ്ങളുണ്ട്. അവരെല്ലാവരും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ജോലി തുടങ്ങുന്ന ആളുകളാണ്. അങ്ങനെ 5 മണിക്ക് എഴുന്നേറ്റ് ജോലി തുടങ്ങുന്ന പല ആളുകളും ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. ആ ഒരു വിജയങ്ങൾ എൻ്റെ മുൻപിൽ ഉണ്ടായിട്ടും ഞാൻ എഴുന്നേൽക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒരു വലിയ പരാജയമാണ്. എൻ്റെ തോൽവികളുടെ കാരണം ഞാനാണ് എന്ന് വിചാരിച്ച് വിഷമിച്ച് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് മൂഡ് ഓഫുമായി തുടങ്ങിയ കുറേയധികം ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് ഒരു സിമ്പിൾ ചോദ്യം ഇട്ട് തരികയാണ്. എല്ലാ ആളുകൾക്കും പറ്റുന്ന ഒരു പരിപാടിയാണോ ഈ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ജീവിത വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളത്? എല്ലാ ആളുകളും ലോകത്ത് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് പണികൾ ആരംഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ഒരു ലോകത്തിന്റെ അവസ്ഥ? ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ പല വിജയികളും അവരുടെ വിജയ രഹസ്യങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് ഈ 5 മണിക്കും അല്ലെങ്കിൽ നേരത്തെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നതിനെ കുറിച്ചിട്ടും പറയാറുണ്ട്. നമ്മളിൽ പല ആളുകൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ? ഏതായാലും നമ്മൾ ഇന്ന് ഈ 5 AM ക്ലബിന്റെ മിത്തുകളെ കുറിച്ചിട്ട് ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. എന്താണ് ഈ 5 AM ക്ലബ്ബ്? എങ്ങനെയാണ് ഈ ഒരു ഐഡിയ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത്? പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കണമെന്ന് പണ്ട് മുതൽ കാർന്നോമാർ പറയാറുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഈ ഒരു കാലത്തേറെ പ്രചാരം അതിന് ലഭിക്കുന്നത് റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ്ബ് എന്ന പുസ്തകത്തിന്റെ ആ ഒരു പബ്ലിഷിങ്ങിന് ശേഷമാണ്. ആ ഒരു പുസ്തകം ഒത്തിരിയധികം ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ സിമ്പിളായി പറയുന്ന ഒരു കാര്യമുണ്ട്: ലോകം ഉണരുന്നതിന് മുൻപ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എഴുന്നേൽക്കുക. ആദ്യത്തെ ആ ഒരു ഗോൾഡൻ അവേഴ്സ് 5 മുതൽ 7 വരെയുള്ള ആ ഒരു ഗോൾഡൻ അവേഴ്സ്, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കോൾസ് ഇല്ല, നോട്ടിഫിക്കേഷൻസ് ഇല്ല, വളരെയധികം സൈലന്റ് ആയിട്ടുള്ള ഒരു സമയം, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സൗണ്ട്സ് ഇല്ല. ആ ഒരു സമയത്ത് നിങ്ങൾ ഇന്നത്തെ ദിനം എങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കാണേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്യുക. അദ്ദേഹം ഒരു 20-20-20 ഫോർമുല കൂടി പങ്കുവെക്കുന്നുണ്ട്. എഴുന്നേറ്റ് ആദ്യം തന്നെ 20 മിനിറ്റ് നിങ്ങളുടെ ശരീരം നന്നായി വിയർക്കുന്ന തരത്തിലേക്കുള്ള ഒരു എക്സസൈസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിനുശേഷം 20 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഇനി മെഡിറ്റേറ്റ് ചെയ്യാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ സിമ്പിളായി നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഡയറിയിലേക്ക് എഴുതുക. ഒരു ഡയറിയിൽ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു സമയത്ത് വരുന്ന എല്ലാ തോട്ട്സും എഴുതി വെക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു മനസ്സമാധാനം തരും. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ആദ്യത്തെ 20 മിനിറ്റ് നന്നായി വിയർക്കുന്ന എക്സസൈസ് ചെയ്യുക. പിന്നീട് ഒരു മെഡിറ്റേഷൻ മൂഡിലേക്ക് പോവുക. പിന്നീടുള്ള 20 മിനിറ്റ് പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മാറ്റിവെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങളിലേക്ക് പോവുക. പുതിയ പുസ്തകങ്ങൾ വായിക്കാനായിട്ടും നിങ്ങൾക്ക് ആ ഒരു സമയം ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു 20-20-20 ഫോർമുല പല ആളുകളുടെയും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഏതൊരാൾക്കും ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇതിൽ വലിയ മാജിക്കോ അല്ലെങ്കിൽ മന്ത്രമോ ഒന്നുമില്ല. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒരു കാലത്തൊക്കെ ആളുകൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് ഏത് ജോലി ചെയ്യുന്ന ആൾക്കും കൂടുതൽ പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, കരിയറിൽ ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ കൂടിയേ തീരത്തുള്ളൂ. ഈ ഒരു കാലത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ ആർജിക്കേണ്ട ഒരു സ്കില്ലാണ് വീഡിയോ എഡിറ്റിംഗ് എന്ന സ്കില്ല്. ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന, സിനിമ പോലും എഡിറ്റ് ചെയ്യുന്ന അഡോബി പ്രീമിയർ പ്രോ, ഫൈനൽ കട്ട് പ്രോ എന്നീ സോഫ്റ്റ്വെയറുകളുടെ 1 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ സഹായിക്കുന്ന കോഴ്സുകൾ ഞാൻ തൊട്ട് താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ അവൈലബിൾ ആണ്. 1000 രൂപയിൽ താഴെ മുടക്കി നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് ഈ സോഫ്റ്റ്വെയറുകളിൽ ഏതെങ്കിലുമോ അല്ലെങ്കിൽ 2 എണ്ണമോ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിലെയും കമന്റ് ബോക്സിലെയും ലിങ്ക് പരിശോധിക്കുക. അപ്പോൾ പല ആളുകളും ഈ നേരത്തെ എഴുന്നേറ്റിട്ട് ജീവിത വിജയം നേടിയിട്ടുള്ള ആളുകളാണ്. നമുക്ക് അറിയാവുന്ന ചില ആളുകളുണ്ട്, അവരുടെ എക്സാമ്പിൾസും മുന്നിലുണ്ട്. ഇപ്പം നമുക്ക് ഏറെ പ്രിയപ്പെട്ട റോക്ക്, അദ്ദേഹം രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് പണി തുടങ്ങുന്ന ആളാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ആപ്പിളിന്റെ CEO ആയിട്ടുള്ള ടിം കുക്ക്, അദ്ദേഹം നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണ്. ട്വിറ്ററിന്റെ മുൻ CEO ആയിട്ടുള്ള ജാക്ക് ഡോസി, അദ്ദേഹവും നേരത്തെ എഴുന്നേറ്റ് പണി തുടങ്ങുന്ന ആളാണ്. അങ്ങനെയെങ്കിൽ ട്വിറ്ററിന്റെ ഇപ്പോഴത്തെ CEO ആയിരിക്കുന്ന ലിൻഡ യാക്രീനോ എപ്പോഴായിരിക്കും എഴുന്നേൽക്കുന്നത്? ഇനി അദ്ദേഹം വൈകി എഴുന്നേൽക്കുന്ന വ്യക്തിയാണോ?
ഈ വൈകി എഴുന്നേൽക്കുന്ന വിജയികളായിട്ടുള്ള വ്യക്തികളുടെ കാര്യം, അവരുടെ എഴുന്നേൽക്കുന്ന സമയത്തിന്റെ കാര്യം പ്രൊമോട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ടാണോ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് പണികൾ ആരംഭിക്കുക എന്നുള്ളത് എല്ലാ ആളുകൾക്കും പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് കോമൺ സെൻസോടെ ചിന്തിക്കുന്ന ആളുകൾക്കറിയാം. ഒരു വർക്കിംഗ് പ്രൊഫഷണൽ, അദ്ദേഹത്തിന് നൈറ്റ് ഷിഫ്റ്റ് ആണ്. അദ്ദേഹം വെളുപ്പിനെ 2 മണിക്കാണ് വീട്ടിലെത്തുന്നത്. 2 മണി തൊട്ട് 5 മണി വരെ കിടന്നുറങ്ങിയിട്ട് 5 മണിക്ക് എഴുന്നേറ്റിട്ട് അടുത്ത ദിവസം ആരംഭിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റുമോ? ഇല്ല, അദ്ദേഹത്തിന് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു സ്ത്രീ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അദ്ദേഹം ഒരു സിംഗിൾ മദറാണ് എന്ന് വിചാരിക്കുക. രാത്രി മുഴുവൻ കുട്ടികളുടെ കുസൃതികളും അതുങ്ങളെ ഉറക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടുകളും കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ ചിലപ്പോൾ 1 മണിയോ 2 മണിയോ ഒക്കെ ആവും. അതിനുശേഷം 5 മണിക്ക് എഴുന്നേറ്റിട്ട് വീണ്ടും അടുത്ത ദിവസം ആരംഭിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു കാര്യം പോസിബിൾ ആവുമോ? ഇല്ല, അദ്ദേഹത്തിന് ആ ഒരു കാര്യം പോസിബിൾ ആവില്ല. വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ റുട്ടീനായിട്ട് പോകുന്ന പല ആളുകൾക്കും പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് ഈ 5 മണിക്ക് എഴുന്നേറ്റിട്ട് പണികൾ ആരംഭിക്കുക എന്നുള്ളത്. പലപ്പോഴും ഈ പറയുന്ന വിജയികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക്, അവരുടെ ബാക്കിയുള്ള ലൈഫ് ഈസിയാക്കി കൊടുക്കുന്ന ആളുകൾക്ക് ഈ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് വിജയിയെ പോലെ പെരുമാറാനായിട്ട് പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് സിനിമാ നടൻ വിജയുടെ കാര്യമല്ല, വിജയിയായിട്ടുള്ള ആളെ പോലെ പെരുമാറാനായിട്ട് പറ്റത്തില്ല. ടിം കുക്കിന്റെയോ അല്ലെങ്കിൽ ജാക്ക് ഡോർസിയുടെയോ ദ റോക്കിന്റെയോ ഒന്നും സാഹചര്യങ്ങളല്ല നമ്മൾക്ക് ഉള്ളത് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഈ 5 AM ക്ലബ്ബ് എന്ന് പറയുന്നത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എല്ലാ ആളുകൾക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അതേപോലെ ഈ 5 AM ക്ലബ്ബ്, 20-20-20 ഫോർമുല, ഇതൊക്കെ വളരെ എക്സാഗ്രേറ്റഡ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് തോന്നുന്ന ഒരു ആക്ഷേപമുണ്ട്, ഒരു ചെറിയ പരിഹാസമൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ പല വീട്ടമ്മമാരും രാവിലെ എഴുന്നേൽക്കുന്നത് 4 മണിക്കും 4:30ക്കും 5 മണിക്കും ഒക്കെയാണ്. അവരൊക്കെ വിജയിക്കാൻ വേണ്ടിയാണോ അങ്ങനെ ചെയ്യുന്നത്, അതോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണോ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. എൻ്റെ മുൻപിൽ ഉണ്ടായിരുന്ന ഒരു എക്സാമ്പിൾ എൻ്റെ അമ്മയാണ്. രാവിലെ 4:30ക്കും 5-നും ഒക്കെ എഴുന്നേൽക്കും. ഈ 5 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് അമ്മയുടെ പരിപാടി എന്താണ്? അമ്മ പണ്ട് രാവിലേക്ക് എഴുന്നേറ്റ് പഠിക്കാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അമ്മയ്ക്ക് ഒത്തിരിയധികം കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. 2-3 പശുവൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ പശുവിനെ കറക്കണം, പാലൊക്കെ സൊസൈറ്റിയിലേക്ക് വേണ്ടി റെഡിയാക്കേണ്ടതുണ്ട്, വീടുകളിൽ കൊടുക്കാൻ വേണ്ടി റെഡിയാക്കേണ്ടതുണ്ട്. രാവിലെ തന്നെ എഴുന്നേൽക്കും. അമ്മ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഈ പശുവിനെയൊക്കെ കൊടുത്തിട്ട് രാവിലെ കൂടുതൽ സമയം ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യമായിരുന്നു. അല്ലാതെ എല്ലാ കാലത്തും രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഈ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അമ്മയുടെ വിജയത്തിന്റെ പ്രതീകങ്ങൾ ആരായിരിക്കാം? ചിലപ്പോൾ ഞങ്ങളെയൊക്കെ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് പഠിക്കാൻ വിട്ടതുകൊണ്ട് ഞങ്ങളൊരു നിലയിലെത്തി എന്നുള്ളതായിരിക്കാം അമ്മയുടെ ആ ഒരു ഔട്ട്പുട്ട്. എന്തൊക്കെയാണെങ്കിലും അമ്മ വളരെ നേരത്തെ തന്നെ ലോകത്തോട് വിട പറഞ്ഞു. വല്ലാത്ത കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു ജീവിതത്തിലുടനീളം. അപ്പോൾ ഇതൊക്കെ ഓരോ ആളുകളുടെ സാഹചര്യം കൊണ്ട് ഉണ്ടാവുന്നതും, അല്ലെങ്കിൽ ചില ആളുകളുടെ സാഹചര്യം കൊണ്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതുമാണ്. ഈ 5 AM ക്ലബിൻ്റെ പിന്നിൽ മറ്റൊരു വലിയ ഡാർക്ക് റിയാലിറ്റി ഉണ്ട്. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന പ്രൊഡക്ടിവിറ്റി കൾച്ചർ. വെറുതെ ഇരിക്കുന്നത് എന്തോ മോശമായിട്ടുള്ള സംഗതിയാണ്. വെറുതെ ഇരിക്കുന്ന ആളുകൾ മടിയന്മാരാണ്, അവർ ജീവിതത്തിൽ വിജയിക്കാത്ത ആളുകളാണ്. റിച്ച് ആവുക, ലക്ഷറി ലൈഫിലേക്ക് പോവുക, അതേപോലെ തന്നെ ഇങ്ങനെ പണം, സമ്പത്ത് നമ്മുടെ ജനറേഷൻസിന് വേണ്ടി സ്വരുക്കൂട്ടി വയ്ക്കുക, അതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ വെറുതെ ഇരുന്നാൽ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും എന്നുള്ള തരത്തിലുള്ള ഒരു പ്രൊഡക്ടിവിറ്റി കൾച്ചർ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഇടങ്ങളിൽ ഈ 5 AM ക്ലബ്ബ് കാര്യമായിട്ട് തന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട്. ശരിക്കും അങ്ങനെയൊന്നുമില്ല. വെറുതെ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് ഒരു അസുലഭ ഭാഗ്യമാണ്. അങ്ങനെ ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇരുന്നോളുക. ഈ പ്രൊഡക്ടിവിറ്റി കൾച്ചറിനെ കുറിച്ചിട്ട് പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അതെല്ലാം വിട്ടേക്കാം. ഇനി ശാസ്ത്രം എന്താണ് ഉറക്കത്തെക്കുറിച്ചിട്ട് പറയുന്നത് എന്നുള്ളത് നോക്കാം. ജൈവ ഘടികാരം, ബയോളജിക്കൽ ക്ലോക്ക് എന്നുള്ളൊരു സംഗതി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഓരോ ആളുകളും എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒരു കണക്ക് വെക്കാനായിട്ട് പറ്റുമോ? ഇല്ല എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. നിങ്ങളുടെ ഉറക്കം, ഉണർവ്, എനർജി ലെവൽസ്, ഹോർമോൺ ലെവൽസ്, വിശപ്പ്, ദഹനം, ഡൈജഷൻ എന്നീ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഒരു ബയോളജിക്കൽ ക്ലോക്കാണ്. ഈ ബയോളജിക്കൽ ക്ലോക്കിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആണ് നിങ്ങളുടെ ക്രോണോടൈപ്പ്. അതാണ് നിങ്ങളുടെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ്. നിങ്ങൾ ഏതൊരു സമയത്ത് അലേർട്ട് ആവണം, ഏതൊരു സമയത്താണ് നിങ്ങൾക്ക് നല്ല എനർജി ലെവൽ ഉണ്ടായിരിക്കുക, ഏതൊരു സമയമാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതിനെയൊക്കെ ഈ ഒരു ക്രോണോടൈപ്പ് വെച്ചിട്ടാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ആ ഒരു ക്രോണോടൈപ്പ് അനുസരിച്ചിട്ടാണ് നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ ദിവസത്തെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടൈം കണ്ടെത്തുന്നത്. സിമ്പിളായി പറഞ്ഞാൽ 2 ആയിട്ട് തിരിക്കാം. മോർണിംഗ് ലാക്സ് ആൻഡ് നൈറ്റ് ഔൾസ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, നിങ്ങളിത് മുന്നേ കേട്ടിട്ടുണ്ടാവും. രാത്രിയിലെ മൂങ്ങകളും പ്രഭാതത്തിലെ പക്ഷികളും. ചില ആളുകൾ അങ്ങനെയാണ്, രാത്രിയിലെ മൂങ്ങകളാണ്. അവർക്കാണെങ്കിൽ രാത്രി ഒരു 10 തൊട്ട് 2 വരെയൊക്കെ ഹൈ എനർജിയാണ്. ആ ഒരു സമയത്ത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ടങ്ങളൊക്കെ വരും. ആ ഒരു സമയത്ത് എന്ത് പണി കൊടുത്താലും നല്ല ഭംഗിയായിട്ട് അവരതങ്ങ് ചെയ്യും. പക്ഷേ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ ഈ പറയുന്ന 5 മണി തൊട്ട് ഒരു 10 മണി വരെയോ 11 മണി വരെയോ അല്ലെങ്കിൽ 2 മണി വരെയോ അവരെ കൊണ്ട് കാര്യമായിട്ടുള്ള ഒരു പരിപാടിയും നടക്കത്തുണ്ടാവില്ല. ലോകത്തിലെ ഒരു 25% ആളുകൾ ഈ നൈറ്റ് ഔൾസ് ആണ്.
ഈ നൈറ്റ് ഓൾസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ. നിങ്ങൾ ആഡ് ഏജൻസികളിൽ പലതിൻ്റെയും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസിങ് ക്യാമ്പയിനുകളൊക്കെ നടത്തുന്ന ആഡ് ഏജൻസികൾ, അതേപോലെ തന്നെ ക്രിയേറ്റീവ് ഏജൻസികൾ, ഡിസൈൻ ഫേംസ്, അതിൻ്റെയൊക്കെ ഒരു ടൈമിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലതിൻ്റെയും ഒരു സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 11 മണിയായിരിക്കും. രാവിലെ ഒരു 11 മണി ആവുന്ന സമയത്താണ് ഓഫീസിലേക്ക് പല ആളുകളും എത്തി തുടങ്ങുക. എന്നാൽ അത് 9 മണി വരെയൊക്കെ അതിൻ്റെ ഒരു ടൈമിങ് രാത്രിയിൽ നീളും. അതിനുശേഷമൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. എന്നാൽ ഈ ബാങ്കിങ്, അതേപോലെ തന്നെ കൃത്യമായിട്ട് കണക്ക് വെച്ച് മുന്നോട്ടേക്ക് പോകുന്ന സ്ഥാപനങ്ങൾ, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൻ്റെയൊക്കെ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ നേരത്തെ ആയിരിക്കും. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെ നേരത്തെ വന്ന് വർക്ക് ചെയ്യാനായിട്ടായിരിക്കും താല്പര്യം. എന്നാൽ ഈ ആളുകളുടെ ഈ ഒരു ക്രോണോടൈപ്പ് അനുസരിച്ചിട്ട് വർക്കിംഗ് അവേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പതിവുള്ള ഒരു പരിപാടിയൊന്നുമല്ല. ഗൂഗിൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഉച്ചയ്ക്ക് ഉറങ്ങാനായിട്ടുള്ള സമയമൊക്കെ ആളുകൾക്ക് കൊടുക്കുന്നതും ആ ഒരു ഉറക്കത്തിന് ശേഷം അവർ കൂടുതൽ ഉണർവോടെ പ്രവർത്തിക്കുന്നതുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്രോണോടൈപ്പ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മളിൽ പല ആളുകളും രാവിലത്തെ പക്ഷികളാണോ വൈകിട്ടത്തെ മൂങ്ങകളാണോ എന്നുള്ളത് കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ടിം കുക്കും ജാക്ക് ഡോസിയും റോക്കും ഒക്കെ ഈ 25%, ലോക ജനസംഖ്യയുടെ 25% പെടുന്ന മോർണിംഗ് ലാർക്സ് ആയിരിക്കും, പ്രഭാത പക്ഷികളായിരിക്കും. ഒരു 25% ആളുകൾ നൈറ്റ് ഔൾസ് ആയിരിക്കും. അവരെ കുറിച്ചിട്ട് നമ്മൾ അധികം കഥകളൊന്നും സാധാരണയായിട്ട് കേൾക്കാറില്ല. എനിക്ക് തോന്നുന്നു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സിനിമ സംവിധായകർ അല്ലെങ്കിൽ എഴുത്തുകാർ, അവരെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളും ഈ നൈറ്റ് ഔൾസ് ആയിരിക്കും. ഇനി ബാക്കി 50% ആളുകളുണ്ട്, ജനസംഖ്യയുടെ ബാക്കി 50% ആളുകളുണ്ട്. അവർക്ക് എന്നും പോകും. അവർ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ നൈറ്റ് ഔൾസ് ആയിട്ടുള്ള ആളുകൾക്ക് രാത്രി 2 മണി കഴിഞ്ഞാലും വെളുപ്പിന് 2 മണി കഴിഞ്ഞാലും ഉറക്കം എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമായിട്ടൊന്നും വരില്ല. എന്നാൽ ഈ പറയുന്ന മോർണിംഗ് ലാക്സ് ആയിട്ടുള്ള ആളുകളെ നമുക്കറിയാം. പല ആളുകളും നമ്മുടെ ജീവിതത്തിൽ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് മൂഡ് കളയാനായിട്ട് ഉണ്ടാവുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. അവർ 9 മണിയാകുമ്പോഴത്തേനും ഉറക്കം തൂങ്ങാനായിട്ട് തുടങ്ങും. അവർക്ക് ഈ നൈറ്റ് ലൈഫ് പരിപാടികളൊന്നും പറ്റില്ല. അവർ നേരത്തെ തന്നെ വീട്ടിൽ ചെന്ന് ഉറങ്ങുന്ന ആളുകളായിരിക്കും. ഈ 50% ആളുകളെ പോലെയാണ് നമ്മുടെ ഇവിടെയുള്ള പല ആളുകളും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ കറക്റ്റായിട്ട് ഓഫീസിൽ പോകുന്നു, കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നു, വൈകിട്ട് വന്ന് കിടന്നുറങ്ങുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കോട്ടയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ 9 മണിയാകുമ്പോഴത്തേനും പല വീടുകളിലെയും ലൈറ്റ് അണയും. പക്ഷെ നേരത്തെ എഴുന്നേൽക്കുന്ന ധാരാളം വീടുകൾ കാണാറുണ്ട് താനും. അത് പലതും ഈ സാഹചര്യങ്ങൾ കൊണ്ടാണ്. നേരത്തെ എഴുന്നേറ്റായിട്ട് റബ്ബർ വെട്ടാനായിട്ട് പോകണം, അതേപോലെ തന്നെ പശുവിനെ കറക്കാനായിട്ട് പോകണം, അതേപോലെ തന്നെ ഡ്രൈവേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ എഴുന്നേറ്റിട്ട് വണ്ടി ബസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോകണം. ടാക്സി ഡ്രൈവേഴ്സ് നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകളുണ്ട്, പത്രവിതരണം. അപ്പോൾ ചിലത് സാഹചര്യം കൊണ്ടായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ക്രോണോടൈപ്പിനെ മനസ്സിലാക്കാതെ നമ്മൾ ഈ ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും സമയം ഫിക്സ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ നൈറ്റ് ഔളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കഷ്ടപ്പെട്ടിട്ട് ജീവിതം ആരംഭിക്കാൻ വേണ്ടി, ദിനം ആരംഭിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാളത് മുന്നോട്ടേക്ക് പോകും? അത് മുന്നോട്ടേക്ക് അധികം പോകാനായിട്ടുള്ള സാധ്യതയില്ല. ഒരു ഡീസൽ വണ്ടിയിൽ പെട്രോൾ ഒഴിച്ചിട്ട് 2-3 ദിവസം ഓടിക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെ ഇരിക്കും. വീണ്ടും അത് തകരാറിലേക്ക് പോകും. അതേപോലെ തന്നെ പഴയ കണ്ടീഷനിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഉണരുന്നതിലല്ല കാര്യം, ഉറക്കത്തിലാണ് കാര്യം. ആരോഗ്യമുള്ള മനുഷ്യന് ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 7-8 മണിക്കൂറൊക്കെ ഉറക്കം വേണം എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. നിങ്ങളിൽ പല ആളുകളും 5 മണിക്ക് എഴുന്നേറ്റ് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അലാറം സെറ്റ് ചെയ്ത് കിടന്നുറങ്ങുന്നത് എപ്പോഴാണ്? ചിലപ്പോൾ 1 മണിക്കൊക്കെ ആയിരിക്കും. നിങ്ങളൊരു നൈറ്റ് ഔളൊക്കെ ആയിരിക്കും. നിങ്ങൾ ഈ പറയുന്ന പ്രൊമോഷൻസ് ഒക്കെ കേട്ടിട്ട് നിങ്ങൾ 5 മണിക്ക് എഴുന്നേൽക്കാൻ വേണ്ടി 1 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടുമോ? ഇല്ല. നിങ്ങൾക്ക് പിറ്റേ ദിവസം മുഴുവനും ക്ഷീണമായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ക്ഷീണത്തിൽ ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഉറങ്ങുമ്പോൾ ശരീരം ഇങ്ങനെ വെറുതെ കിടക്കുകയല്ല. കുറേയധികം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒരു കാറ് ഒരു സർവീസ് സെൻറ്ററിലേക്ക് അതിൻ്റെ പീരിയോഡിക് മെയിൻ്റനൻസിന് വേണ്ടി പോകുന്നത് പോലെയാണ് ശരിക്കും നമ്മുടെ ശരീരം ഉറക്കത്തിലേക്ക് പോകുന്നത്. അത് നാളെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ടതിന് ചില കേടുപാടുകളൊക്കെ തീർക്കുകയാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വിശപ്പ്, ദഹനം, ഹോർമോൺ ലെവൽസ്, നിങ്ങളുടെ എനർജി ലെവൽസ്, എല്ലാ കാര്യങ്ങളും നാളെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടേണ്ടതിന് ഈ ഒരു കേടുപാടുകളൊക്കെ തീർക്കുന്ന ആ ഒരു സർവീസിൻ്റെ സമയം വളരെയധികം അത്യാവശ്യമാണ്. ഉറക്കത്തിന് ഘട്ടങ്ങളൊക്കെ ഉണ്ട്. അതിൽ ആദ്യത്തേത് ഗാഢനിദ്ര, ഡീപ്പ് സ്ലീപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ മുന്നേ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൻ്റെ കേടുപാടുകളൊക്കെ തീർക്കുന്ന ലെവൽസൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള സർവീസ് നടക്കുന്നത് ആ ഒരു സ്റ്റേജിലാണ്. മറ്റേത് റെം സ്ലീപ്പ്, രണ്ടാമത്തെ സ്റ്റേജ് റെം സ്ലീപ്പ്. ഈ ഒരു സമയത്താണ് നമ്മളുടെ ഓർമ്മയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉറയ്ക്കുന്നത്, നമ്മളുടെ തലച്ചോറിൽ കാര്യങ്ങൾ സേവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന 2 സ്റ്റേജുകളും പ്രോപ്പറായിട്ട് നടക്കുന്ന രീതിയിലേക്കുള്ള പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാനായിട്ട് പറ്റും. നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന ആളുകളാണ്, കോളേജിലേക്ക് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാനേ പറ്റില്ല. നിങ്ങളുടെ ചിന്തകൾ പല രീതിയിലേക്ക് പോകും. നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടില്ല,
ഫോക്കസ് കിട്ടില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിച്ചതൊന്നും ഓർക്കാനായിട്ട് പറ്റില്ല. ഇന്നലെ പഠിപ്പിച്ചത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബബ്ബ അടിക്കും, ഓർമ്മശക്തി ഉണ്ടാവില്ല. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ കുറേയധികം അസുഖങ്ങൾ വരുത്തി വയ്ക്കും. ഹൃദ്രോഗം, അതേപോലെ തന്നെ ഒബേസിറ്റി, പൊണ്ണത്തടി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാവും. ഹോർമോൺ ലെവൽസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദേഷ്യം, സങ്കടം പോലെയുള്ള കാര്യങ്ങൾ വരും. ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നൊക്കെ തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക്, പല ആളുകൾക്കും പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ തോന്നലുകൾ, ഈ ഒരു വിഷമം പിടിപ്പിക്കുന്ന തോന്നലുകളൊക്കെ പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടിയാൽ നിങ്ങൾക്ക് മാറാവുന്നതേ ഉള്ളൂ. ചില ആളുകൾക്ക് അങ്ങനെ ഉറക്കം കിട്ടില്ല, അതിനെന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയാണ് പലപ്പോഴും നിങ്ങൾ ഒരു ആരോഗ്യ വിദഗ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാൻ വേണ്ടി 11:30 അല്ലെങ്കിൽ 12 അടുക്കുന്ന സമയത്തോ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റുമോ? നിങ്ങൾക്ക് കുറച്ച് സമയം ഒരു ദിനം അധികം കിട്ടും. ആ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ പണിയെടുക്കുമായിരിക്കും, നിങ്ങൾക്ക് കുറച്ച് പണമൊക്കെ സമ്പാദിക്കാനായിട്ട് പറ്റുമായിരിക്കും, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടി എന്ന് തോന്നുമായിരിക്കും. പക്ഷേ ആ ഒരു വിജയം, ആ ഒരു നേട്ടം ശാശ്വതമാണോ? അല്ല. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നശിപ്പിക്കുകയാണ്. നിങ്ങൾ 7-8 മണിക്കൂറെങ്കിലും മിനിമം കിടന്നുറങ്ങാനായിട്ട് പഠിക്കണം, അതിന് ശ്രമിക്കണം. അങ്ങനെ ഉറങ്ങണം എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത്. നിങ്ങളൊരു 9 മണിക്ക് കിടന്നുറങ്ങുന്ന വ്യക്തിയാണ്, 10 മണിക്ക് കിടന്നുറങ്ങുന്ന വ്യക്തിയൊക്കെയാണ്, നിങ്ങൾക്ക് 5 മണിക്ക് എഴുന്നേൽക്കാനായിട്ട് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നല്ല സൂപ്പർ ശീലമാണ്. അങ്ങനെയൊക്കെ നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ദിനം ക്ഷീണമൊന്നും ഇല്ല, നിങ്ങൾക്ക് എല്ലാ മൂഡൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതി പിന്തുടരുക. അല്ലാത്ത ആളുകൾ ഈ 5 AM ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ് സ്ട്രെസ് എടുത്ത് ഈ ഒരു പണിക്ക് പിന്നാലെ പോവാതിരിക്കുന്നതാണ് നല്ലത്. അടുത്തതായി പ്രധാനപ്പെട്ടതായി നിങ്ങളുടെ ഗോൾഡൻ അവേഴ്സിനെ കുറിച്ചിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം. നിങ്ങളുടെ ഗോൾഡൻ അവേഴ്സ് ഏതാണ്? ഓരോ ആളുകളുടെയും വ്യത്യസ്തമാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഫ്രീ ഉള്ള ഒരു ദിവസം, നിങ്ങളുടെ വെക്കേഷൻ ടൈമിലോ മറ്റോ, നിങ്ങൾ നാച്ചുറലായിട്ട് അലാറം വെക്കാതെ എഴുന്നേൽക്കുന്ന സമയം എപ്പോഴാണ് എന്നൊന്ന് റെക്കോർഡ് ചെയ്യുക. അത് സ്ഥിരമായിട്ട് പല ദിവസങ്ങളിൽ ആവർത്തിക്കുന്ന സമയത്ത്, അലാറം വെക്കാതെ എഴുന്നേൽക്കുന്ന ആ ഒരു സമയം മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എപ്പോഴാണ് നിങ്ങൾ നോർമലി എഴുന്നേൽക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അന്നത്തെ ദിവസം പകൽ ഉറങ്ങാനൊന്നും നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ ഉറക്കം വരുന്ന സമയത്ത്, വൈകിട്ട് ഉറക്കം വരുന്ന സമയത്ത് കിടന്നുറങ്ങുക. പകലുറങ്ങാതെ നിങ്ങൾ വൈകിട്ട് നിങ്ങൾക്ക് ഉറക്കം വരുമ്പോൾ ഉറങ്ങി രാവിലെ നിങ്ങൾ അലാറം വെക്കാതെ എഴുന്നേൽക്കുന്ന ആ ഒരു സമയമാണ് നിങ്ങളുടെ ഒരു ബോഡി ക്ലോക്ക് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ക്രോണോ ടൈപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉറങ്ങേണ്ടെന്ന് എഴുന്നേൽക്കേണ്ട ഒരു ടൈം. ഇതിന് ശേഷം നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ചെയ്യുന്ന ഒരു സമയം ഒന്ന് മാർക്ക് ചെയ്യുക. നിങ്ങൾ ഏറ്റവും എനർജറ്റിക് ആയിട്ട് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയങ്ങൾ ഒന്ന് മാർക്ക് ചെയ്യുക. ഇതിങ്ങനെ കുറേ ദിവസങ്ങൾ ആവർത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ എല്ലാ ദിവസത്തെയും ആ ഒരു സമയം കണ്ടുപിടിക്കാനായിട്ട് ഏകദേശം നിങ്ങളെ കൊണ്ട് പറ്റും. ഇനി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ എനർജി ഒന്ന് ട്രാക്ക് ചെയ്യണം, നിങ്ങൾക്ക് ഏറ്റവും എനർജി ലെവലുള്ള മണിക്കൂറുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത്തിരി മെനക്കേടാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്ന, സാധിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഒരാഴ്ചത്തേക്ക് നിങ്ങൾ എഴുന്നേറ്റതിന് ശേഷമുള്ള, ഉണർന്നതിന് ശേഷമുള്ള മണിക്കൂറുകളെ ഒരു എനർജി മീറ്റർ വെച്ചിട്ട്, ആ ഒരു മീറ്റർ നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു റാങ്കിങ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്, ഒരു മീറ്റർ വെച്ചിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ എഴുന്നേറ്റതിന് ശേഷമുള്ള ഓരോ മണിക്കൂറുകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജി തോന്നുന്നത്, അതായത് എനിക്ക് ഏറ്റവും ഫുൾ പവർ കിട്ടുന്ന ആണ്, അല്ലെങ്കിൽ ഞാൻ ഇത്തിരി ഡള്ളാണ്, എനിക്ക് തീരെ വയ്യ എന്നുള്ളതിനെ ഇങ്ങനെ 1 മുതൽ 10 വരെ ഇങ്ങനെ റാങ്ക് ചെയ്തിട്ട് ഓരോ മണിക്കൂറുകളിലും ആ ഒരു റാങ്കിങ് കൊടുക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഒരു പാറ്റേൺ കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും ഏതൊക്കെ മണിക്കൂറുകളിലാണ് നിങ്ങൾ ഫുൾ പവർ ആയിട്ടിരിക്കുന്നത്, അത്യാവശ്യം എനർജി ആയിട്ടിരിക്കുന്നത്, തീരെ വയ്യാതിരിക്കുന്നത്. ഈ തീരെ വയ്യാതിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ വലിയ ഭാരിച്ച പണിക്ക് പോകാതിരിക്കുക. ഈ ഏറ്റവും ഫുൾ പവർ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്ന, നിങ്ങൾക്ക് ഏറ്റവും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ടൈം ടേബിൾ പ്രകാരം ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു ഒരു കോൺഫിഡൻസ് ഒക്കെ ജീവിതത്തിൽ കൂടും. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ ഈ ബാക്കിയുള്ള ആളുകളുടെ ഈ വെയ്ക്കപ്പ്, അതേപോലെ തന്നെ സ്ലീപ്പ് പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യാതിരിക്കുക. നിങ്ങൾ ആ ഒരു കുറ്റബോധം പേര് നടക്കാതിരിക്കുക. വെറുതെ ഇരിക്കുന്നതും വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ നിർവികാരതയോടെ ഇരിക്കുന്നതും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കുന്നതിൽ ആസ്വാദനം കണ്ടെത്തുന്നത് പോലും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മൈ ലൈഫ് മൈ റൂൾസ് എന്നൊക്കെ നമ്മൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് പല സാഹചര്യങ്ങളിലും പറയാറുണ്ട്. അത് ചില സമയങ്ങളിലെങ്കിലും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെപ്പോൾ ഉറങ്ങണം, നിങ്ങളെപ്പോൾ എഴുന്നേൽക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ ആ ഒരു എനർജി ലെവലൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദിനം കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും.
നിങ്ങളുടെ ഈ സ്ലീപ്പ് സൈക്കിൾ, അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ക്രോണോ ടൈപ്പ്, ബയോളജിക്കൽ ക്ലോക്ക്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്, നിങ്ങളുടെ ടൈപ്പ് എന്താണ് എന്നുള്ളത്. മറ്റുള്ള ആളുകളിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അനാവശ്യമായിട്ടുള്ള ചില മോട്ടിവേഷൻസ്, ഇതുപോലെ നിങ്ങളുടെ ബോഡി ക്ലോക്കിനെ വരെ മാറ്റി മറിക്കേണ്ട തരത്തിലേക്കുള്ള ചില സജഷൻസ്, ചില ക്ലബ്ബുകൾ, അതിനെയൊന്നും നമ്മൾ അതേപടി ജീവിതത്തിലേക്ക് പകർത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. കുറ്റബോധം അങ്ങോട്ട് മാറ്റിവെക്കുക. നമ്മൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഈ ഒരു സമയത്താണ് എഴുന്നേൽക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് രാത്രി ഈ ഒരു സമയത്ത് ഉറക്കം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു രീതിയാണ്. പല ആളുകൾക്ക് പല രീതികളുണ്ട്. ഇപ്പോൾ ടിം കുക്കിൻ്റെയോ അല്ലെങ്കിൽ റോക്കിൻ്റെയോ ജാക്ക് ഡോസിയുടെയോ ഒരു സൈക്കിൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം കണ്ടെത്തുക. നിങ്ങൾ ആ ഒരു സമയം കണ്ടെത്തിയതിന് ശേഷം ആ ഒരു സമയത്ത് കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുക്കുക, അല്ലാത്ത സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഒന്നും ചെയ്യാനില്ലാത്ത സമയത്ത് വെറുതെ ഇരിക്കുക. ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. എങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ പോക്ക് എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്. ബിസിനസ് ടുഡേയിലും കണ്ടാണ് എന്ന് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. സ്റ്റേക്കേഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കതറിയാം. ഈ സ്റ്റേക്കേഷൻസിൽ ഉറക്കത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് ഏറ്റവും മനോഹരമായിട്ട് ഉറങ്ങാൻ വേണ്ടിയുള്ള ദിവസങ്ങൾ ക്രമീകരിക്കുന്നു. ഒരു രാത്രി മനോഹരമായിട്ട് ഒരാൾക്ക് ഉറങ്ങാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടി 65,000 ഒക്കെ വാങ്ങുന്ന ചില സ്റ്റേക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന റിസോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് യോഗ, അതേപോലെ തന്നെ മെഡിറ്റേഷൻ, അങ്ങനെയുള്ള ചില ടെക്നിക്കുകൾ, ചില മ്യൂസിക്കിൻ്റെ ചില പരിപാടികൾ, ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ആളുകൾക്ക് ഉറങ്ങാൻ വേണ്ടി, മനോഹരമായിട്ട് ഉറങ്ങാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ 65,000 കൊടുക്കാനായിട്ട് ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ആളുകൾ ഉറക്കത്തെ എത്രത്തോളം പ്രിയപ്പെട്ടതായിട്ട് കാണുന്നു, എത്ര ആളുകൾക്ക് ഉറങ്ങാനായിട്ട് പ്രോപ്പറായിട്ട് പറ്റുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഉറക്കത്തിൻ്റെ ദൈർഘ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. നന്നായി ഉറങ്ങിയതിന് ശേഷം ഉണരുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നതായിരിക്കും ബെറ്റർ. അതേപോലെ തന്നെ ജീവിത വിജയത്തിന് മറ്റുള്ള ആളുകളിൽ നിന്ന് അതേപടി കോപ്പി അടിക്കുന്ന മെത്തേഡുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിരാശയും കുറ്റബോധവും ആയിരിക്കും ഫലം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് പങ്കുവയ്ക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.